റൂമിലേക്ക് അരിച്ചിറങ്ങിയ സൂര്യവെളിച്ചം തട്ടിയാണ് ലച്ചു ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. റൂമിലെ വെളിച്ചം കണ്ടതും അവൾ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു. അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് താൻ നഗ്നയാണെന്ന്. തൻ്റെ തൊട്ടരികിൽ കിടക്കുന്നവനും അതുപോലെ തന്നെ. അവൾക്ക് നാണം വന്നുപോയി. അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ റൂമിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് അവൾ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ അവനെ ഉണർത്താതെ അവൾ പതിയെ ബെഡ്ഷീറ്റ് എടുത്ത് മാറോട് കച്ചകെട്ടി ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോയതും അവൻ്റെ ശക്തമായ കൈകൾ അവളെ വീണ്ടും തന്നോട് അടക്കിപ്പിടിച്ചതും ഒരുമിച്ചായിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ പിടുത്തമായതുകൊണ്ട് പെണ്ണ് നേരെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വന്നു വീണു. അതേസമയം അവൻ്റെ കൈകളിൽ നിന്നും കുതറി മാറാനും പെണ്ണ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ ദൃഢമായ കൈകൾക്ക് മുന്നിൽ അവളുടെ കുതിപ്പൊന്നും അവളുടെ കുതിപ്പൊന്നും ഏൽക്കുന്നേയില്ല. അവൻ്റെ കൈകളിൽ നിന്ന് കുതിർന്നതിനനുസരിച്ച് അവളുടെ മാറിൽ കെട്ടിയിരിക്കുന്ന ബെഡ്ഷീറ്റ് അയയാനും തുടങ്ങി. ഒപ്പം അവളുടെ മാറിന് നടുക്കുള്ള ചുഴിയും എടുത്തു കാണിക്കുന്നുമുണ്ട്. വീണ്ടും അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ നോക്കിയവളുടെ മാറിൽ നിന്ന് ബെഡ്ഷീറ്റ് തെന്നി മാറി. അതേസമയം മഹിയുടെ കണ്ണുകൾ ചെന്നെത്തിയത് അവളുടെ മാറിലേക്കാണ്. അവനിലെ ആണിനെ വീണ്ടും ഉയർത്തുന്നതായിരുന്നു അവളുടെ ശരീരഭംഗി. പിന്നെ ഒട്ടും വൈകാതെ ഒരിക്കൽ കൂടി അവൻ അവളെ തന്നിലേക്ക് ചേർത്തു. അവൻ്റെ ഓരോ സ്പർശനങ്ങളും ചുംബനങ്ങളും അവളെ തരളിതമാക്കി. ആദ്യം എതിർത്തവൾ പിന്നീട് അവന് വഴങ്ങുകയായിരുന്നു. അവളും ആസ്വദിച്ചു പോകുന്നു പുതിയ അനുഭവങ്ങൾ, പുതിയ സുഖങ്ങൾ. 8 മണി കഴിഞ്ഞിരിക്കുന്നു. ലച്ചു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ. കയ്യിൽ കുളിച്ചു മാറാനുള്ള ഡ്രസ്സുമുണ്ട്. അവൾ വാതിൽ തുറന്ന് ചുറ്റും നോക്കി. അമ്മ അവിടെയൊന്നും ഇല്ലെന്ന് അറിഞ്ഞതും പെണ്ണ് ഒറ്റ ഓട്ടമായിരുന്നു പുറത്തുള്ള ബാത്റൂമിലേക്ക്. എന്നാൽ തൻ്റെ റൂമിൽ നിന്ന് ലച്ചുവിനെ കാണുന്നുണ്ടായിരുന്നു മാധവിയമ്മ. ആ അമ്മയുടെ ചുണ്ടിൽ പുഞ്ചിരിയുണ്ട്. തൻ്റെ മുഖത്ത് നോക്കാൻ പെണ്ണിന് നാണമുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മഹിയുടെ റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും മാധവിയമ്മ വേഗം റൂമിലേക്ക് വന്നത്. രാവിലെ മഹിക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ് ലച്ചു. അവളുടെ ചുണ്ടിൽ നാണത്തിൽ പൊതിഞ്ഞ ഒരു പുഞ്ചിരിയുണ്ട്. അവനെ പറ്റിച്ചേർന്ന് തന്നെയാണ് പെണ്ണിൻ്റെ നിൽപ്പ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവൻ അവളെ പിടിച്ചു തൻ്റെ അരികത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. അവൻ കഴിക്കുന്നതിനിടെ അവൾക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടെ അവൾ അത് വാങ്ങിക്കുകയും ചെയ്യുന്നു. അടുക്കളയിൽ നിന്ന് ഇതൊക്കെ കാണുന്ന മാധവിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. സന്തോഷം കൊണ്ടാണെന്ന് മാത്രം. ലച്ചുവിനെയും കൊണ്ട് മഹി ഇവിടേക്ക് വരുമ്പോൾ അമ്മ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര പെട്ടെന്നൊന്നും മക്കൾ തമ്മിൽ അടുക്കുമെന്ന്. മഹിയുടെ സ്വഭാവം വെച്ച് ലച്ചു ഇപ്പോഴൊന്നും അവൻ്റെ ഭാഗത്തേക്ക് വരില്ല എന്നാണ് അമ്മ കരുതിയിരുന്നത്. അതിനാണ് മാറ്റം വന്നിരിക്കുന്നത്. രണ്ടുപേരുടെയും സ്നേഹം കാണുമ്പോൾ ആ അമ്മ സാരിത്തലപ്പ് കൊണ്ട് കണ്ണുനീർ തുടച്ചു. താനില്ലെങ്കിലും തൻ്റെ മകനൊരു കൂട്ടായില്ലേ? മാധവിയമ്മയുടെ മനസ്സ് ആശ്വസിച്ചു. നീ എവിടേക്കാ മഹി? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും കാറിനടുത്തേക്ക് പോകുന്ന മഹിയോടായി മാധവിയമ്മയുടെ ചോദ്യം. മാധവിയമ്മയുടെ അടുത്ത് ലച്ചുവുമുണ്ട്. എനിക്ക് ഒരാളെ കാണാനുണ്ട്, ഞാൻ വേഗം വരാം. മാധവിയമ്മയ്ക്കുള്ള മറുപടി നൽകിക്കൊണ്ട് അവൻ കാറിലേക്ക് കയറുകയും ചെയ്തു. പെടുന്നനെ കാർ വീട്ടുമുറ്റത്തു നിന്നും റോഡിലേക്ക് ഇറങ്ങി. അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് പൂമുഖപ്പടിയിൽ ലച്ചുവും മാധവിയമ്മയും നിന്നു. മോള് വാ, ഈ ചെക്കൻ ഇങ്ങനെയാ, പോയാ പോയടത്തായിരിക്കും. ഇനി അവന് രാത്രി പ്രതീക്ഷിച്ചാൽ മതി. ലച്ചുവിനോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് മാധവിയമ്മ കടന്നു. ദൂരേക്ക് മറഞ്ഞു പോകുന്ന കാറിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടും അവളും അകത്തേക്ക് പോയി. മഹിയുടെ കാർ വന്നു നിന്നത് ലച്ചുവിൻ്റെ വീടിൻ്റെ മുന്നിലാണ്. ലച്ചുവിൻ്റെ വീടിൻ്റെ മുന്നിൽ കാർ വന്നു നിന്നതും അയൽവക്കത്ത് നിന്നും ഓരോ തലകൾ എത്തി നോക്കുന്നുണ്ട്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, സ്വന്തം വീട്ടിലുള്ളതിനേക്കാൾ അയൽവക്കത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാനല്ലേ എല്ലാവർക്കും താല്പര്യം. കാർ ഓഫ് ചെയ്ത് അവൻ പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം ചുറ്റും നോക്കുകയും ചെയ്തു. അവൻ നോക്കിയ സമയം തന്നെ പൊന്തിയ തലകളൊക്കെ താഴ്ന്നു പോകുന്നുമുണ്ട്. മഹിയാണെന്ന് അറിഞ്ഞതും എല്ലാവരുടെയും ഉള്ളിൽ ഭയം നിറഞ്ഞിട്ടുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെ. അവൻ ഇഷ്ടമല്ലാത്തതാണ് അവൻ്റെ കൺമുന്നിൽ നടക്കുന്നതെങ്കിൽ അവൻ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചതെല്ലാം അടിയിലേ കലാശിച്ചിട്ടും ഉള്ളൂ. ചുറ്റുമുള്ള എല്ലാവരെയും നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. വാതിൽ തുറന്നു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും വിളിക്കാൻ അവൻ നിന്നില്ല. നേരെ ഹോളിലേക്ക് കയറി. ഹോളിൻ്റെ ഒരു ഭാഗത്തായി കട്ടിലിൽ കുമാരൻ കിടപ്പുണ്ട്. കാറിൻ്റെ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടുണ്ട് കുമാരൻ. മഹി നേരെ കുമാരൻ്റെ അടുത്തേക്ക് നടന്നു. കണ്ണ് തുറന്നതും കുമാരൻ കാണുന്നത് തൻ്റെ അരികിലിരിക്കുന്ന മഹിയാണ്. എന്താണിപ്പോൾ ഈ സമയത്ത് ഒരു വരവ് എന്ന ആശങ്ക കുമാരനിലുണ്ടായി. തൻ്റെ മകൾക്ക് എന്തെങ്കിലും വയ്യായിക? ആ അച്ഛൻ്റെ മനസ്സ് അങ്ങനെയും ചിന്തിക്കാതിരുന്നില്ല. മോൻ എന്തേ ഇപ്പോൾ? ലച്ചു വന്നിട്ടുണ്ടോ? മഹിയോട് എന്ത് ചോദിക്കണമെന്നറിയാതെ അദ്ദേഹം ചോദിച്ചു. ഒപ്പം മകളെയും അന്വേഷിക്കുന്നുമുണ്ട്. ഇല്ല, ഞാൻ തനിച്ചേയുള്ളൂ. ഇവിടെ ആരുമില്ലേ? അദ്ദേഹത്തിനുള്ള മറുപടി നൽകുന്നതിനോടൊപ്പം മഹി ചുറ്റും നോക്കി. ഇല്ല, രേണുകയുടെ മുഖത്ത് എന്തോ ഒരു പാട്. അത് കാണിക്കാൻ വേണ്ടി ഡോക്ടറുടെ അടുത്ത് പോയിരിക്കുകയാണ് അവർ രണ്ടുപേരും. വേണി സ്കൂളിലും പോയിരിക്കുകയാണ്. ആ, അല്ല, മോനെന്താ ഇപ്പോൾ വന്നത്? വരുമ്പോൾ മോളെ കൂട്ടാമായിരുന്നില്ലേ? ലച്ചുവിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സ് കൊതിച്ചു. ഇന്നലെ കണ്ടതാണെങ്കിലും ഒറ്റപ്പെടൽ അദ്ദേഹം അറിയുന്നുണ്ട്.
താനൊരു അധികപ്പറ്റായി മാറിയതുപോലെയാണ് ഇപ്പോൾ ഇവിടെയുള്ളവർക്ക്. സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ വേലിയുണ്ടാകും കൂടെ. പക്ഷേ ലച്ചുവിൻ്റെ കുറവ് അത് കുറവ് തന്നെയാണ്. ഞാൻ ഇവിടേക്കാണ് വരുന്നതെന്ന് ലച്ചുവിനോട് പറഞ്ഞിട്ടില്ല. പറയുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനായി മഹിയുടെ മനസ്സ് വീർപ്പുമുട്ടി. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളോട് പറയാതെ പിന്നെന്തിനാ മോൻ ഇവിടേക്ക് വന്നത്? അദ്ദേഹത്തിൻ്റെ മുഖത്തും സംശയം നിഴലിച്ചു. അച്ഛാ, അത് പിന്നെ ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. അച്ഛനോട് ചോദിക്കുമ്പോൾ ലച്ചു വേണ്ടെന്ന് കരുതിയാണ് ഞാൻ അവളെ കൂട്ടാതിരുന്നത്. മഹി കാര്യത്തിലേക്ക് കടക്കുകയാണ്. എന്നാലും അവന് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ചോദിക്കാതിരുന്നിട്ടും കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ മോനെ. അച്ഛനെ അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. മഹിയുടെ മുഖത്തെ വിമിഷ്ടം മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു. അച്ഛാ, എനിക്കറിയേണ്ടത് ലച്ചുവിൻ്റെ അമ്മയെക്കുറിച്ചാണ്, മാലിനി അമ്മയെക്കുറിച്ച്. മാലിനിയെക്കുറിച്ചോ? അവളെക്കുറിച്ച് ഞാൻ എന്തു പറയാനാണ്? മാലിനിയോടുള്ള നീരസം കുമാരൻ്റെ മുഖത്ത് പ്രകടമായി. ഒപ്പം വാക്കുകളിലും അത് പ്രയോഗിച്ചു. എനിക്കറിയണം അച്ഛാ, ഉറപ്പോടെയുള്ള മഹിയുടെ വാക്കുകൾ. അവളെക്കുറിച്ച് ഞാൻ എന്തു പറയാൻ? പിഞ്ചു കുഞ്ഞിനെ എൻ്റെ അടുത്താക്കി പോയവളല്ലേ. അപ്പോഴേ ഞാൻ അവളെ മറന്നതാ. എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും. എന്നാലും അവൾക്ക് സ്വസ്ഥത കിട്ടില്ല. എൻ്റെ കുഞ്ഞ് അത്രമാത്രം കണ്ണീര് കുടിച്ചിട്ടുണ്ട്. എൻ്റെ മോൾക്ക് ആഗ്രഹിച്ചതൊന്നും ഈ അച്ഛന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനെല്ലാം കാരണം അവളാണ്, മാലിനി. അവളൊന്നു പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് പ്രേമ കടന്നു വരില്ലായിരുന്നു. എൻ്റെയും എൻ്റെ മകളുടെയും ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നു. നിനക്കറിയോ മഹി, എൻ്റെ മകൾ ലച്ചു എന്തൊക്കെയാണ് ഈ വീട്ടിൽ അനുഭവിച്ചതെന്ന്? 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി വിജയിച്ചിട്ടും എൻ്റെ മകളെ പഠിക്കാൻ വിട്ടില്ല പ്രേമ. പറ്റാവുന്ന രീതിയിൽ ഞാൻ തടഞ്ഞെങ്കിലും പ്രേമ അതിന് സമ്മതിച്ചില്ല. വഴക്കും ബഹളവുമായി ഈ വീട്ടിൽ സ്വസ്ഥത എന്ന് ഒരു സാധനം ഉണ്ടായിട്ടില്ല. എൻ്റെ മകൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ തയ്യൽ ഷോപ്പിൽ പണിക്ക് പോയതാണ്. അത് കൊണ്ടുവരുന്നത് മുഴുവൻ പ്രേമ പിടിച്ചു വാങ്ങുകയും ചെയ്യും. ആദ്യമാദ്യം ഞാൻ എതിർത്തപ്പോൾ ഇവിടെ പിന്നെ ബഹളമായി. പിന്നെ ആള് കൂടാൻ തുടങ്ങിയതും ലച്ചു എന്നെ തടഞ്ഞു. അതിനിടയിൽ തയ്യൽ ഷോപ്പിലെ ജലജയുടെ സഹായത്തോടെയാണ് അവൾ +2 വരെയെങ്കിലും പോയത്. സ്കൂൾ വിട്ടാൽ നേരെ പോകുന്നത് അവൾ തയ്യൽ ഷോപ്പിലേക്കും. പിന്നെ ഞാൻ വീണപ്പോൾ വീട്ടിലെ മുഴുവൻ ബാധ്യതയും എൻ്റെ മോളുടെ തലയിലേക്ക് വന്നു വീണു. ഒരുപാട് വേദനകൾ സഹിച്ചതാണ് എൻ്റെ മോള്. എല്ലാത്തിനും കാരണം അവളാണ്, മാലിനി. പറഞ്ഞു കഴിയുമ്പോഴേക്കും അദ്ദേഹം വിതുമ്പി പൊട്ടിയിരുന്നു. തൻ്റെ മകളുടെ വേദന ഓർക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സ് നീറുന്നു. എല്ലാത്തിനും കാരണം അവളുടെ അമ്മയാണെന്ന് ഇപ്പോൾ കുമാരൻ വിശ്വസിക്കുന്നുണ്ട്. അച്ഛാ, അച്ഛനെ വിഷമിപ്പിക്കാൻ ഞാൻ ചോദിച്ചതല്ല. ലച്ചുവിൻ്റെ അമ്മ നിരപരാധിയാണ്. കുമാരൻ്റെ തൂവുന്ന കണ്ണുനീർ തുടച്ചുകൊടുത്ത് മഹി പതിയെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. മാലിനിയമ്മയെ ലോറി ഇടിച്ചതും അവസാനമായി തൻ്റെ മടിയിലിരുന്ന് പറഞ്ഞതും ഒപ്പം തൻ്റെ കയ്യിലേക്ക് ഒരു ബാഗ് വെച്ച് നീട്ടിയതും ലച്ചുവിന് കൊടുക്കാൻ ആവശ്യപ്പെട്ടതും മാലിനിയമ്മയെ അടക്കം ചെയ്തതും ലച്ചുവിനെ തിരക്കി ഈ നാട്ടിലേക്ക് താൻ വന്നതും ലച്ചുവിനെ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ മനസ്സിലേക്ക് അവൾ കയറി വന്നതും ആർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് പെണ്ണ് ആലോചിച്ച് ഇവിടെ വന്നതും അവളുടെ പിറകെ നടന്നതും പിന്നെ ഇന്നലെ രാത്രി ലച്ചുവിന് ആ ബാഗ് കൈമാറിയതും അതിലെ ഡയറിയിലെ വരികളും എല്ലാം മഹി കുമാരൻ്റെ മുന്നിൽ തുറന്നു കാട്ടി. മഹി വിശദീകരിച്ച് കുമാരനോട് പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ മനസ്സ് ചുട്ടുപൊള്ളി. മാലിനിയെ ഇത്രയും നാളും തെറ്റിദ്ധരിച്ചതിന് അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമുണർന്നു. എന്തിന്? അത് തന്നെയായിരുന്നു അറിയേണ്ടത്. തന്നോട് ആ സമയമൊന്നും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജോലിക്ക് പോകും, വരും, വീട്ടിലെ കാര്യങ്ങൾ നോക്കും, കുഞ്ഞിനെ നോക്കും എന്നല്ലാതെ മറ്റൊന്നും അവൾ ജോലിയെക്കുറിച്ച് അവിടെ നടക്കുന്നതിനെക്കുറിച്ചോ ഒന്നും പറയാറില്ല. പിന്നെ എന്താണ് നടന്നത്? നിറഞ്ഞ കണ്ണുകളോടെ കുമാരൻ ഓർത്തു. മാലിനിയമ്മ ആ സമയം എവിടെയാ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നത്? മാലിനിയമ്മയ്ക്ക് വീട്ടുകാരായി മറ്റാരുമില്ലേ? തനിക്ക് അറിയേണ്ടതൊക്കെ മഹി ഓരോന്നായി കുമാരനോട് ചോദിക്കാൻ തുടങ്ങി. എന്തെന്നാൽ മാലിനിയമ്മയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് മഹിക്ക് നിർബന്ധമുണ്ട്. മുറുമുറുപ്പുകൾ ഉണ്ട് വഴിതെറ്റിപ്പോയവളാണെന്ന്. അവൾക്ക് ആരുമില്ല. ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. മംഗലശ്ശേരി ഗോഡൗണിൽ ബില്ലെഴുത്തായിരുന്നു അവൾക്ക് ജോലി. അവിടെ നിന്നാണ് ഞാൻ അവളെ കണ്ടുമുട്ടിയത്. പിന്നീട് പരിചയമായി. അത് പിന്നീട് പ്രണയമായി. അവൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു മുത്തശ്ശി മാത്രമാണ്. അവരുടെ അനുഗ്രഹത്തോടെ കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചത്. നല്ലതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ജീവിതം മുന്നോട്ട് പോയത്. ലച്ചുവിന് 7ാം മാസം ഗർഭിണിയായിരിക്കുന്നത് വരെ അവൾ അവിടെ ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് ലച്ചുവിന് 1 വയസ്സാകുമ്പോൾ വീണ്ടും പോകാൻ തുടങ്ങി. എന്തെന്നാൽ എനിക്ക് ആ സമയം ഓട്ടം കുറഞ്ഞു. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നടക്കാതായി വന്നപ്പോൾ അവൾ വീണ്ടും പോയി തുടങ്ങിയതാണ്. മോൾക്ക് 2 വയസ്സെത്തുമ്പോഴാണ് അവൾ എല്ലാം ഇട്ടെറിഞ്ഞ് ഇവിടെ നിന്നും പോയത്. മംഗലശ്ശേരി എന്ന് പറയുമ്പോൾ നന്ദൻ്റെ ആ തറവാടിൻ്റെ പേര് കേട്ടതും മഹിക്ക് സംശയമായി. നന്ദൻ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്ഥാപനമായിരുന്നു. വസുമതിയെ കല്യാണം കഴിച്ചതിന് ശേഷം അയാൾ ഇവിടെ തന്നെയായിരുന്നു. അയാളാണ് പിന്നീട് മംഗലശ്ശേരിയിലെ സ്വത്തുവകകൾ
ഒക്കെ നോക്കി നടത്തുകയുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാത്തിനും തുടക്കമല്ലേ? പക്ഷേ മാലിനിയമ്മ അവിടെ വെച്ച് എന്തിനെയായിരിക്കും ഭയപ്പെട്ടിരുന്നത്? അച്ഛൻ എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ? അമ്മ എപ്പോഴെങ്കിലും പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ? വീണ്ടും കുമാരനോട് മഹി ഒന്നുകൂടി ചോദ്യം ആവർത്തിച്ചു. എന്തെന്നാൽ അവനും പല സംശയങ്ങളും തോന്നാതിരുന്നില്ല. നന്ദന്റെ ഇപ്പോഴുള്ള സ്വഭാവം തന്നെയായിരിക്കും അവന്റെ അച്ഛൻ്റെയും. ആ ചിന്തയായിരുന്നു മഹിയുടെ മനസ്സിൽ ആദ്യം കടന്നു വന്നത്. അങ്ങനെ ചോദിച്ചാൽ അദ്ദേഹം പഴയ ഓർമ്മകളിലേക്ക് ഒന്ന് സഞ്ചരിച്ചു. ഒരു നാൾ ജോലി കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോൾ മാലിനി ആകെ ക്ഷീണിതയായാണ് വന്നത്. വന്ന പാടെ കുളിയും കഴിഞ്ഞ് കുഞ്ഞിനെപ്പോലും നോക്കാതെ കിടപ്പായിരുന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവൾ ചാടിക്കടിക്കാൻ വന്നു. പിന്നീട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടുമില്ല. അത് കഴിഞ്ഞ് 2 ദിവസം അവൾ ജോലിക്ക് പോയതുമില്ല. എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ടും അവൾ ജോലിക്ക് പോകാത്തത് കൊണ്ട് അവിടെ നിന്ന് അന്വേഷിച്ച ആള് വന്നു. മാലിനിയും അയാളും തമ്മിൽ പുറത്തുനിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ പോയില്ല. എന്തെങ്കിലും ബില്ലിന്റെ കാര്യമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അയാൾ വന്നു പോയതിനു ശേഷം പിറ്റേന്ന് തൊട്ട് മാലിനി ജോലിക്ക് പോകാൻ തുടങ്ങി. ആ, മറന്നു. മാലിനി പോകുന്നതിനിടയിൽ നന്ദന്റെ അച്ഛൻ മരിച്ചിരുന്നു. എന്തോ അറ്റാക്കാണെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അയാൾ വന്നു പോയതിനു ശേഷം മാലിനി വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങിയിരുന്നു. കൂടിപ്പോയാൽ ഒരാഴ്ച. അത് കഴിഞ്ഞപ്പോഴാണ് അവൾ ഇവിടെ നിന്നും പോയത്. കുമാരൻ അറിയുന്നതൊക്കെ മഹിക്ക് പറഞ്ഞുകൊടുത്തു. എന്നാൽ ഇത്രയും കേട്ടപ്പോൾ തന്നെ മഹിക്ക് എന്തൊക്കെയോ ദുരൂഹതകൾ മനസ്സിലേക്ക് കടന്നു വന്നു. അറിയാൻ ഒരുപാടുണ്ട്. മാലിനിയമ്മയെ ആരൊക്കെയോ ഭയപ്പെട്ടിരുന്നു. അതിന്റെ ഭീഷണി മൂലമാണ് മാലിനിയമ്മ 2 പേരെയും തനിച്ചാക്കി ഇവിടെ നിന്നും പോയത്. ചിലപ്പോൾ എന്നേക്കുമായി ലോകത്തോട് വിട പറയാനായിരിക്കും. പക്ഷേ അമ്മയുടെ ജീവിതം തന്റെ മുന്നിലേക്ക് വരെ എത്തിക്കാൻ ദൈവം കാത്തുനിന്നതായിരിക്കും. ഒപ്പം നന്ദന്റെ അച്ഛന്റെ മരണം, അതും മഹിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഇനി ആദ്യം കാണേണ്ടത് മറ്റാരെയുമല്ല, വസുമതിയാണെന്ന് അവൻ ഉറപ്പിച്ചു. ഒപ്പം മംഗലശ്ശേരിയിലെ അച്ഛനെയും ഒന്ന് കാണണമെന്ന് അവൻ നിശ്ചയിച്ചു. എന്തെന്നാൽ അവൻ കേട്ടിരുന്നു മംഗലശ്ശേരിയിൽ ആകെ കരുണയുള്ള മനുഷ്യൻ വസുമതിയുടെ അച്ഛനാണെന്ന്. കുമാരന്റെ അടുത്ത് നിന്ന് യാത്രയും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അവൻ ഇറങ്ങി കാറിലേക്ക് കയറുമ്പോഴാണ് പ്രേമയും രേണുകയും അവിടേക്ക് കയറി വന്നത്. പെട്ടെന്ന് മഹിയെ കണ്ടതും പ്രേമ അവന്റെ അടുത്തേക്ക് വേഗം വന്നു. എന്തെന്നാൽ മഹിയെ കാണുമ്പോഴൊക്കെ അവന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും കിട്ടാറുണ്ട്. ലച്ചുവിനെ നിനക്ക് തരാമെന്ന് പറഞ്ഞാണ് കൂടുതലും മഹിയിൽ നിന്ന് ആ സ്ത്രീ കാശ് വാങ്ങിക്കാറ്. ആ ഉദ്ദേശം വെച്ച് തന്നെയാണ് പ്രേമ ഇപ്പോഴും മഹിയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. മോൻ എന്തു പറയുന്നു? നിറഞ്ഞ ചിരിയാലെ പ്രേമയുടെ സംസാരം. ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. എന്നാൽ മഹിയുടെ മുഖത്ത് അത്ര തെളിച്ചമില്ല. മോൻ എപ്പോൾ വന്നു? നിറഞ്ഞ ചിരിയാലെയായിരുന്നു പ്രേമയുടെ സംസാരം. ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. എന്നാൽ മഹിയുടെ മുഖത്ത് അത്ര തെളിച്ചമില്ല. എന്തെന്നാൽ കുമാരൻ പറഞ്ഞ വിവരമനുസരിച്ച് ആ സ്ത്രീ ലച്ചുവിനെ എത്രമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അവനിപ്പോൾ അറിയാം. ആ ദേഷ്യം നല്ലതുപോലെ മഹിക്ക് അവരോടുണ്ട്. മോനെ, ഇവിടുത്തെ അവസ്ഥ ആകെ വഷളായിരിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോൻ തരണം. ക്യാഷ് ചോദിക്കാൻ ആ സ്ത്രീക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ കാര്യം നടക്കാൻ ആ സ്ത്രീ എവിടം വരെ വേണമെങ്കിലും എത്തും. പ്രത്യേകിച്ച് ക്യാഷിന്റെ കാര്യമായാൽ. ആവശ്യമുള്ളത് ഞാൻ അകത്ത് അച്ഛന് കൊടുത്തിട്ടുണ്ട്. അത്രയും പറഞ്ഞ് അവൻ കാറിലേക്ക് കയറി. അവന്റെ വാക്കുകൾ ഇനി ഒരു ചില്ലി കാശ് എൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് കിട്ടില്ല എന്ന അർത്ഥം കൂടിയുണ്ട്. പിന്നീട് ആ സ്ത്രീയോട് അവൻ സംസാരിക്കാൻ നിന്നില്ല. കാറുമെടുത്ത് അവൻ ഒറ്റ പോക്കായിരുന്നു അവിടുന്ന്. അവൻ പോയി കഴിഞ്ഞതും പ്രേമ ഒറ്റ കൊതുപ്പിന് അകത്തേക്ക് പോയിരുന്നു. ലക്ഷ്യം മഹി കുമാരന് കൊടുത്ത പണവും.